കോഴിക്കോട് വിലങ്ങാട് കടുവയെ കണ്ടതായി നാട്ടുകാർ. വിലങ്ങാട് ചെറിയ പനോം ഭാഗത്ത് രാത്രി 9 മണിയോടെയാണ് കടുവയെ കണ്ടത്. ശബ്ദം കേട്ടതിനെ തുടർന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോൾ കടുവ ഓടിപ്പോകുന്നത് കണ്ടതായി യുവാവ്. രാഹുൽ സുരേഷ് ഉണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ പ്രദേശത്ത് നേരത്തെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെയോ കടുവയുടെയോ സാന്നിധ്യമോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? വനംവകുപ്പ് എന്തെങ്കിലും സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരുത്തുന്നുണ്ടോ? ഗോകുൽ, ഈ മേഖലയിൽ ഇതുവരെ വന്യമൃഗങ്ങളുടെ ശല്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നാട്ടുകാർ പറയുന്നത് ഈ ചെറിയ പനോം എന്ന സ്ഥലം കണ്ണൂർ ജില്ലയിലെ കണ്ണവം, വയനാട് ജില്ലയിലെ പേരിയ തുടങ്ങിയ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഈ വനമേഖലയിൽ നിന്നും കടുവ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് നാട്ടുകാർ ഈ ഘട്ടത്തിൽ പറയുന്നത്. രാത്രി ഏതാണ്ട് 9 മണിയോടെയാണ് വിലങ്ങാടിന് സമീപമുള്ള ചെറിയ വനം ഭാഗത്ത് കടുവയെ കണ്ടതായി നാട്ടുകാർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അറിയിപ്പ് നൽകിയത്. വട്ടക്കുന്നൽ റോബിനാണ് ഇത്തരത്തിൽ വാട്സപ്പിലൂടെ സന്ദേശങ്ങൾ കൈമാറിയത്. തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ രാത്രി വൈകിയും അവിടെ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. വനം വകുപ്പിനെയും വിവരം അറിയിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കടുവയെ കണ്ടു എന്ന് പറയുന്ന റോബിൻ പറയുന്ന വിവരം എങ്ങനെയാണ്: ശബ്ദം കേട്ടതിനെ തുടർന്ന് ടോർച്ച് അടിച്ചപ്പോൾ ഒരു കടുവ അതിലൂടെ ഓടിപ്പോകുന്നതായി കണ്ടു എന്നാണ് നാട്ടുകാരോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്താണെങ്കിലും വനം വകുപ്പിന്റെ പരിശോധന രാത്രിയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷേ നാളെ ഒരുപക്ഷെ വനം വകുപ്പിന്റെ പരിശോധന ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കടുവയാണെങ്കിൽ ഒരുപക്ഷെ കാൽപ്പാടുകൾ ഉൾപ്പെടെയുള്ള മറ്റ് തെളിവുകൾ അവിടെ നിന്ന് ലഭിക്കാനും സാധ്യതയുണ്ട്. രാത്രിയിൽ ജാഗ്രത പാലിക്കണമെന്നാണ് പഞ്ചായത്ത് അധികൃതർ വാട്സപ്പിലൂടെ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കോഴിക്കോട് വിലങ്ങാട് ചെറിയ പനോം ഭാഗത്താണ് കടുവ ആശങ്ക. ഏതായാലും ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമാണ് പഞ്ചായത്ത് നൽകുന്നത്. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.